ആ, നോക്കൂ ശ്രീ നിഷാദെ, ഇതിലെന്തായാലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഉണ്ടായില്ലെങ്കിൽ അത് UDFൻ്റെ ഗതികേടെന്ന് ചരിത്രം വിലയിരുത്തും. ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഇത് നിയമപരമായിട്ട് ഇതിനെ നേരിടണം, രാഷ്ട്രീയമായിട്ട് നേരിടണം, അത് കൂടാതെ തന്നെ നയപരമായിട്ടും നേരിടണം. അപ്പോൾ നിയമപരമായ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിൽ നയപരമായ തീരുമാനം എടുക്കണം. എന്താണ് ആ നയപരമായ തീരുമാനം എന്ന് വെച്ചാൽ, LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറെ വിവാദം ഉണ്ടാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. അത് പല സംഭവങ്ങളിലൂടെയും സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് മുൻപിലൊരു ചോദ്യമുള്ളത്. അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞത് നിങ്ങളിപ്പോൾ കേൾപ്പിച്ച പോലെ തന്നെ, അതായത് ഈ ഗവൺമെൻറ്റിന് അജിത് കുമാറുമായിട്ട് എന്താണ് ബന്ധമെന്നുള്ളത്. ഒരു ബന്ധവും സത്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. കാരണം 10 വർഷം പിണറായി ഗവൺമെൻറ്റിനെ നന്നായിട്ട് സേവിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിനോട് ഒരു അനുകൂല നിലപാടെടുക്കുമെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ പ്രീതി പിടിച്ചു പറ്റാനുള്ള തരത്തിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നീങ്ങി എന്ന ആരോപണം കേട്ട ഒരാളാണ് മുൻ ADGP. അത് ഏറ്റവും വലിയ ഉദാഹരണം മാത്രമല്ല, ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണവും അതുപോലെ കോൺഗ്രസിനെ എക്കാലത്തും മറക്കാൻ പറ്റാത്തതുമായ ഒരു മറുകുണ്ടാക്കി കൊടുത്ത ഒരു നടപടിയാണ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ 2 നേതാക്കളെ തലതല്ലി പൊളിച്ചത്. അക്കാര്യത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനൊരു പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിൻ്റെ വ്യക്തത തേടാൻ ഒരു ദിവസമോ ഒന്നും വേണ്ട, 2 മണിക്കൂർ മതി. അല്ലെ ഒരു ദിവസം എടുത്തോട്ടെ, കുഴപ്പമില്ല. ഇത് എത്ര ദിവസമായി എടുത്തിട്ട്? അപ്പോൾ അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം അതിന് കൂട്ട് നിൽക്കരുത്. രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് രാഷ്ട്രീയമായിട്ട് നയപരമായിട്ട് ഈ 2 കാര്യത്തിലും ഉടൻ തന്നെ തീരുമാനം എടുക്കണം. എടുത്തില്ലെങ്കിൽ വേറെ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കും. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലോബി, ആ ലോബിയിൽ UDFൻ്റെ മന്ത്രിമാരും പെട്ടോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ UDFൻ്റെ നേതൃനിരയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. ഇതിലെ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള പെരുമാറ്റം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉള്ളൊരു വിധിയെഴുത്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം RSS ബന്ധം, അതിനുശേഷമുള്ള ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള നിലപാട്, അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി PV അൻവർ പറഞ്ഞ ആരോപണങ്ങൾ, ഇതെല്ലാം അതിൽ വിഷയങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പം ഇദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താമല്ലോ അവർക്ക്. കാരണം സാധാരണഗതിയിൽ ഇപ്പം സസ്പെൻഷനാണെങ്കിൽ പോട്ടെ, ചില നടപടി ഉണ്ടാകാം. അല്ല, സാധാരണയിൽ വകുപ്പ് തല നടപടി വരുന്നതിന് മുമ്പ് തന്നെ പുതിയ DGPയെ, നിലവിലുണ്ടായിരുന്ന ADGPയെ തൽക്കാലത്ത് ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്നൊരു തീരുമാനം UDFന് എടുക്കായിരുന്നു. അതവരെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ഇനി അത് മാത്രമല്ല, സാധാരണ UDF നേതാക്കൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഒരു മൃദു സമീപനം കൈക്കൊള്ളാറുണ്ട്. അത് VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ പറയുകയും ചെയ്തു. അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിയവരെ മറക്കില്ലെന്ന്. അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു എന്നാൽ ഇപ്പം തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന്. അതുണ്ടായില്ല. അപ്പോൾ എന്തിനാണ് ഒരു മാറ്റി നിർത്താൻ നടപടിയുടെ ആവശ്യമില്ലല്ലോ, നയപരമായ തീരുമാനമല്ലേ. മുൻ ഗവൺമെൻറ്റിനെ വല്ലാതെ സേവിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലതല്ലി പൊളിച്ച ഒരു ഉദ്യോഗസ്ഥൻ തൽക്കാലം ഞങ്ങൾക്കൊപ്പം വേണ്ട, ഒന്ന് മാറ്റി നിർത്തുക. ഒരു വകുപ്പില്ല ADGP ആയിട്ട് അദ്ദേഹത്തെ മാറ്റായിരുന്നു, അത് ചെയ്തില്ല. ഇനിയും അത് മാത്രമല്ല, അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് K കരുണാകരൻ്റെ കാലത്ത് IG ആയിരുന്ന മധുസൂദനൻ. ആ മധുസൂദനൻ അന്ന് രാജൻ കേസിന് ശേഷം അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനം എൻ്റെ ഓർമ്മയിൽ ചാലക്കുടി പോർട്ടറീസ് എന്ന ആരും അറിയാത്തൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അക്കാലത്ത് ഏറ്റവും പ്രഗത്ഭനായ വയലാർ രവിയൊക്കെ ആഭ്യന്തരമന്ത്രി അയക്കുന്ന സമയത്ത് വലിയ ഉദ്യോഗസ്ഥനായിരുന്നു മധുസൂദനൻ. ആ മധുസൂദനെ ചാലക്കുടി പോർട്ടറീസിന്റെ MD ആക്കി വെക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിയമപരമായ